ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സെൽഫോസ് മലയാളം. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് യൂസർ റെസ്ട്രിക്ഷൻ. അപ്പോൾ നമുക്കാദ്യം ഓർഗിലേക്ക് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. ഈ ഗിയർ ഐക്കൺ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അവിടെ നമുക്ക് സെറ്റപ്പ് സെലക്ട് ചെയ്യാം. ലെഫ്റ്റ് സൈഡിൽ അഡ്മിനിസ്ട്രേഷൻ ടാബിൽ യൂസേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കത് സെലക്ട് ചെയ്യാം. അവിടുന്ന് പ്രൊഫൈൽസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഓർഗിനകത്തുള്ള എല്ലാ പ്രൊഫൈൽസും ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടുന്ന് കസ്റ്റം സപ്പോർട്ട് പ്രൊഫൈൽ എന്ന് പറയുന്ന പ്രൊഫൈൽ ഓപ്പൺ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. ഈ വ്യൂ അത്ര അണ്ടർസ്റ്റാൻഡബിൾ അല്ല, കാരണം ഇതിനകത്തുള്ള എല്ലാ ഓപ്ഷൻസും ജസ്റ്റ് ഒരു അറേഞ്ച്മെൻറ്റ് ഇല്ലാതെ ചുമ്മാ വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് അറേഞ്ച് ചെയ്യാം. അതിനെന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ യൂസർ മാനേജർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമ്മൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എൻഹാൻസ്ഡ് പ്രൊഫൈൽ യൂസർ ഇൻ്റർഫേസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്കത് സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് പ്രൊഫൈൽ ഫിൽറ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് രണ്ടും നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം നമ്മൾ ബാക്ക് ടു പ്രൊഫൈലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഏതായാലും നമ്മൾ നോക്കിയാൽ ഓക്കെ, കസ്റ്റം സപ്പോർട്ട് പ്രൊഫൈൽ അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നോക്കാം, ഇതിൻ്റെ ലുക്ക് ആൻഡ് ഫീല് കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ടല്ലേ. അതായത് ഒരു ഓർഡർ ഉണ്ട്, അതുപോലെ ഒരു മെയിൻ ടോപ്പിക് ഉണ്ട്, അതിൻ്റെ അണ്ടറിൽ സബ് ടോപ്പിക്കുകളുണ്ട്. സോ നമുക്ക് കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാനും ഫൈൻഡ് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും ഈ ഒരു വ്യൂവിന്. ഓക്കെ, നമ്മളിവിടെ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ IP, അതായത് ഈ ഒരു കസ്റ്റം പ്രൊഫൈലിൻ്റെ IP റെസ്ട്രിക്റ്റ് ചെയ്യാൻ പോവാണ്. അതിനെന്താ ചെയ്യാമെന്ന് വെച്ചാൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലോഗിൻ അവേഴ്സ് ആൻഡ് ലോഗിൻ IP എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് നമുക്ക് ലോഗിൻ IP റേഞ്ച് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഡീഫോൾട്ടായിട്ട് അവിടെ IP റേഞ്ചുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. സോ ഞാനൊരു പുതിയ IP റേഞ്ച് അസൈൻ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതിന് നമുക്ക് ആഡ് IP റേഞ്ചസ് എന്ന് കൊടുക്കാം. ഓക്കെ, ഇതിന് മുമ്പ് ഇതെന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമുക്കൊരു യൂസറുണ്ട്, ഓക്കെ, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് യൂസേഴ്സ് ഉണ്ട്. അവരെല്ലാവരും മൺഡേ ടു ഫ്രൈഡേ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അതേപോലെ തന്നെ അവർ ഓഫീസിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. അവർക്ക് വർക്ക് ഫ്രം ഹോം ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവർക്ക് നമ്മൾ 24/7 ഈ ലോഗിൻ ആക്സസ് കൊടുക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അതുമാത്രമല്ല, അത് സെക്യൂരിറ്റിക്കൊരു ത്രെഡാണ്. അപ്പോൾ നമ്മുടെ ഓർഗനെ സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. അതായത് ഈ യൂസേഴ്സ് തിങ്കൾ മുതൽ വെള്ളി വരെ മാത്രമേ ലോഗിൻ ചെയ്യാൻ പാടുള്ളൂ. അതേപോലെ തന്നെ അവരുടെ ലോഗിൻ അവേഴ്സ്, അതായത് മോർണിംഗ് ഫോർ എക്സാമ്പിൾ 10 to ഈവനിങ് 7, ഓക്കെ, 10 to 7 മാത്രമേ അവർക്ക് വർക്ക് ചെയ്യാൻ നമ്മൾ ആക്സസിബിലിറ്റി കൊടുക്കുന്നുള്ളൂ. അതായത് ഈ യൂസർ ഈ ഒരു ടൈമിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു ലൊക്കേഷൻ്റെയും പുറത്ത് നിന്ന് ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ യൂസറിന് ലോഗിൻ ചെയ്യാൻ സാധിക്കില്ല, അഥവാ സാധിക്കരുത്. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് IP അഡ്രസ്സിൻ്റെ റേഞ്ച് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകണം. അതായത് നമ്മൾ ഓഫീസിൽ IP അഡ്രസ്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ, അതായത് ആ ഒരു IP അഡ്രസ്സിൻ്റെ റേഞ്ച് മാത്രമേ കൊടുക്കുന്നുള്ളൂ എങ്കിൽ ഓഫീസിൽ നിന്ന് മാത്രമേ അദ്ദേഹത്തിന് ലോഗിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അതുകൊണ്ട് ഞാനിവിടെ ഒരു IP അഡ്രസ്സിൻ്റെ സ്റ്റാർട്ടിങ് റേഞ്ച് കൊടുക്കാം, ലൈക്ക് 0.0.0.0. ഇനി എൻ്റെ അഡ്രസ്സ് കൊടുക്കാം, ദാറ്റ് ഈസ് 255.255.255.255. അതായത് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ റേഞ്ച് ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തു. അതായത് ഇപ്പോൾ ഈ ഒരു യൂസറിന് എവിടെ നിന്ന് ലോഗിൻ ചെയ്യാൻ പറ്റും, മനസ്സിലായില്ലേ? നമ്മളൊരു ജനറൽ റേഞ്ച് എടുത്തു എന്നേ ഉള്ളൂ. അതായത് നമ്മൾ ഓഫീസിൽ നിന്ന് മാത്രമാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഓഫീസിൻ്റെ IP അഡ്രസ് റേഞ്ചസ് ഉണ്ടാവും. അപ്പോൾ അത് മാത്രമേ ഇവിടെ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാൻ, ഞാൻ തൽക്കാലം ഒന്നും കൊടുക്കുന്നില്ല. ആൻഡ് ഐം ഗോണ സേവ് ഇറ്റ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ കസ്റ്റം സപ്പോർട്ട് പ്രൊഫൈൽ എന്ന് പറയുന്ന ഈ ഒരു പ്രൊഫൈൽ യൂസ് ചെയ്യുന്ന ഒരു യൂസറിന് ഈ ഒരു റേഞ്ച് ഓഫ് IPന്ന് പുറത്ത് നിന്ന് ലോഗിൻ ചെയ്യാൻ സാധിക്കത്തില്ല. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത റിക്വയർമെൻറ്റ് നമ്മൾ പറഞ്ഞായിരുന്നു. അദ്ദേഹം ഓഫീസിൽ നിന്ന് മാത്രമേ ലോഗിൻ ചെയ്യാൻ പാടുള്ളൂ. അതായത് നമ്മൾ ഓഫീസിൻ്റെ IP അഡ്രസ്സാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഓഫീസിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തേക്കുന്നത് ജനറൽ അഡ്രസ്സാണ്. ബട്ട് സ്റ്റിൽ ഇനി ഇദ്ദേഹത്തിന് ഓഫീസിൽ നിന്ന് മാത്രമേ ലോഗിൻ ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ മൺഡേ ടു ഫ്രൈഡേ മാത്രമേ ലോഗിൻ ചെയ്യാൻ പാടുള്ളൂ. അതാണ് നമ്മുടെ റിക്വയർമെൻറ്റ്. സോ ആ മൺഡേ ടു ഫ്രൈഡേ എന്ന് പറയുന്ന ആ ഒരു ക്രൈറ്റീരിയ നമ്മളെങ്ങനെ മീറ്റ് ചെയ്യുമെന്ന് നോക്കാം. അതിന് ബാക്ക് ടു പ്രൊഫൈലിലേക്ക് പോകാം. അവിടുന്ന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ലോഗിൻ അവേഴ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യാം. ഇവിടെ നിന്ന് നമുക്ക് ലോഗിൻ അവേഴ്സ്, അതായത് ഏതൊക്കെ അവറിൽ ലോഗിൻ ചെയ്യാൻ സാധിക്കും, എപ്പോഴൊക്കെ ലോഗിൻ ചെയ്യാൻ സാധിക്കും എന്ന് സെറ്റ് ചെയ്യാൻ പറ്റും.
സോ ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും സ്പെസിഫൈ ചെയ്തിട്ടില്ല, നമുക്ക് എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഡേയ്സ് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? സൺഡേ, മൺഡേ, ട്യൂസ്ഡേ തുടങ്ങി സാറ്റർഡേ വരെ. ഇതിനകത്ത് സ്റ്റാർട്ട് ടൈമും അതുപോലെ തന്നെ എൻഡ് ടൈമും ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു മൺഡേ ടു ഫ്രൈഡേ 10 to 7 ആണ് അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്ന ലോഗിൻ അവേഴ്സ്. അതായത് 10 o'clock മുതൽ 7 o'clock വരെ മാത്രമേ അദ്ദേഹത്തിന് ലോഗിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൺഡേ നമുക്ക് സെറ്റ് ചെയ്യാം 10 o'clock. സോ 10 AM. ഓക്കെ, അതുപോലെ തന്നെ ട്യൂസ്ഡേയും 10 AM. ഓക്കെ, ഇപ്പോൾ നമ്മൾ മൺഡേ ടു ഫ്രൈഡേ രാവിലെ 10 മണി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ലോഗിൻ അവർ സ്റ്റാർട്ട് ചെയ്യുന്നത് 10 മണി മുതലാണ്. ഇനി എൻഡ് ടൈം കൊടുക്കാം, 7 o'clock ആണ് നമ്മൾ പറഞ്ഞത്. സോ 7 PM. സോ മൺഡേ 10 to 7. അതുപോലെ ബാക്കിയുള്ള ദിവസങ്ങൾ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ മൺഡേ ടു ഫ്രൈഡേ 10 to 7 അസൈൻ ചെയ്ത് കൊടുത്തു. അടുത്ത നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണ്? സാറ്റർഡേ സൺഡേ അല്ലേ? ഈ സാറ്റർഡേ സൺഡേ വീക്ക് ഓഫാണ്, അതുകൊണ്ട് അദ്ദേഹം ലോഗിൻ ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? സൺഡേക്കും സാറ്റർഡേക്കും നമ്മൾ ലോഗിൻ അവേഴ്സ് 12 AM to 12 AM കൊടുക്കുന്നു. അതായത് സൺഡേ രാവിലെ 12 മണി മുതൽ 12 മണി വരെ എന്ന് പറയുമ്പോൾ അന്നത്തെ ദിവസം അദ്ദേഹത്തിന് ലോഗിൻ ചെയ്യാനേ സാധിക്കില്ല. അതുപോലെ തന്നെ സാറ്റർഡേക്ക് നമ്മൾ 12 AM to 12 AM. സേവ് ചെയ്യാം. ബാക്ക് ടു പ്രൊഫൈൽ. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊഫൈൽ ഏതൊരു യൂസറിന് അസൈൻ ചെയ്ത് കൊടുത്താലും ആ യൂസറിന് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്ന IP റേഞ്ചിൽ നിന്ന് മാത്രമേ ലോഗിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ സാറ്റർഡേയും സൺഡേയും അദ്ദേഹത്തിന് ലോഗിൻ ചെയ്യാൻ സാധിക്കില്ല. മൺഡേ ടു ഫ്രൈഡേ രാവിലെ 10 o'clock മുതൽ വൈകുന്നേരം 7 മണി വരെ മാത്രമേ അദ്ദേഹത്തിന് ലോഗിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇങ്ങനെയാണ് നമ്മളൊരു പ്രൊഫൈലിൻ്റെ ലോഗിൻ അവേഴ്സും അതുപോലെ തന്നെ IP റേഞ്ചും സെറ്റ് ചെയ്യുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.